സിഡ്നിയിൽ ആദ്യമായിട്ട് ക്യാമ്പിങ്ങിന് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ക്യാമ്പിങ്ങിനായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പല തവണ ഇതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിലും വൈഫായിട്ട് ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ക്യാമ്പിംഗ് സൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഏകദേശം $28 പെർ ഡേ ആണ് വരുന്നത്. ഈ കാണുന്ന പോലെ തന്നെ ഫോൾഡബിൾ ടെൻ്റൊക്കെ സെറ്റാക്കിയതിന് ശേഷം പാർക്കിലെ റേഞ്ചർ വന്ന് ഞങ്ങളുടെ അടുത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞു. ഇന്നത്തെ വെതറും ലൈറ്റിങ്ങും ക്യാമ്പിങ്ങിനായിട്ട് വളരെയധികം സ്യൂട്ടബിൾ ആയിരുന്നു. ഈ ക്യാമ്പിംഗ് സൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിങ്, സ്വിമ്മിങ്, ഫിഷിങ് അങ്ങനത്തെ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചു നേരം വാക്കിനൊക്കെ പോയതിന് ശേഷം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ സിംഗിൾ ബേർണർ സ്റ്റോവിൽ വീട്ടിൽ നിന്ന് മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അത് ഗ്രില്ല് ചെയ്ത് പാക്കറ്റ് നൂഡിൽസും ഒക്കെ കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് സൺസെറ്റ് വന്നത്. പെട്ടെന്ന് എടുത്ത ഒരു ഇമ്പൾസീവ് ഡിസിഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ലൈറ്റ് മേടിച്ചിട്ടില്ലെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ബാക്കിയുള്ള കുക്കിംഗ് ഞങ്ങൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഫുഡൊക്കെ റെഡി ആയതിനു ശേഷം ഞങ്ങൾ നെറ്റ്ഫ്ലിക്സും കണ്ട് കുറച്ചു നേരം റിലാക്സ് ചെയ്തു. പിന്നെ റിവ്യൂസ് ഞങ്ങൾ നോക്കി വന്ന സമയത്ത് ഈ ക്യാമ്പിംഗ് സൈറ്റിൽ എപ്പോഴും കാംഗാരൂസിനെ കാണാൻ പറ്റുമെന്നാണ് പൊതുവെ അറിഞ്ഞത്. പക്ഷേ ഞങ്ങൾ അതിനെപ്പറ്റി ഇച്ചിരി സ്കെപ്റ്റിക്കലായിരുന്നു. ഇവിടെ വന്ന സമയത്താണ് മനസ്സിലായത് എല്ലാ തവണയും നമുക്ക് കാംഗാരൂസിനെ നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കെറ്റായി നാഷണൽ പാർക്കാണ്. ഇനി ഇതുപോലത്തെ ഓസ്ട്രേലിയൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സിനായിട്ട് ഫോളോ ഫോർ മോർ.